ആകാശവാണി വാർത്താ വീക്ഷണം. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ക്രിസ്റ്റി എബ്രഹാം. ലോകത്തെ ഏറ്റവും വലിയതും ബൃഹത്തായതുമായ ജനാധിപത്യ രാഷ്ട്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യ അതിന്റെ 18ാം പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. പുരോഗതി പ്രാപിക്കുന്നതും ഊർജ്ജസ്വലവുമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയുടെ അടയാളമാണ്. 5 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ്. രാജ്യത്തെയും ഒരുപക്ഷെ ആഗോളതലത്തിലുമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ പ്രക്രിയ എന്ന നിലയിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പരാമർശിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പും അതിന്റെ വിജയകരവും സമയബന്ധിതവുമായ ഫലപ്രഖ്യാപനവും എല്ലായ്പ്പോഴും ലോകശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. 96.88 കോടി സമ്മതിദായകരാണ് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത് അർഹത നേടിയിട്ടുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. 2024 ജനുവരി 1 യോഗ്യതാ തീയതിയായി പട്ടികയിൽ പരാമർശിക്കുന്നു. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അതിവിപുലമായ വോട്ടർ പട്ടികയാണിത്. സമഗ്രവും വൈവിധ്യപൂർണവുമായ ഈ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ശക്തിയുടെയും അചഞ്ചലതയുടെയും തെളിവായാണ് നിലകൊള്ളുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോക്സഭയിലെ 543 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. മെയ് അവസാന വാരത്തോടെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന് കരുതപ്പെടുന്നു. രാജ്യം ഇതിനകം തെരഞ്ഞെടുപ്പിന്റെ തീച്ചൂളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന കക്ഷികളെല്ലാം തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതോടെ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ആരംഭിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 16 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 195 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 34 കേന്ദ്രമന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിലുണ്ട്. 28 പേർ വനിതാ സ്ഥാനാർത്ഥികളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണയും ഉത്തർപ്രദേശിലെ വാരണസിയിൽ നിന്ന് ജനവിധി തേടും. സദ്ഭരണത്തിന്റെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്നും പുരോഗതിയുടെ ഫലങ്ങൾ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. NDA സഖ്യകക്ഷികളും സജീവ ചർച്ചകളിലാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള INDAയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി സജീവമാണ്. കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന LDF, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF, BJP നേതൃത്വം നൽകുന്ന NDA എന്നീ 3 മുന്നണികൾ തമ്മിലാണ് മത്സരം. ആകെയുള്ള 20 സീറ്റുകളിലും 3 മുന്നണികളും മത്സരിക്കുന്നുണ്ട്. LDF ഇതിനകം 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP കേരളത്തിലെ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, മുൻ MP സുരേഷ് ഗോപി എന്നിവർ ആദ്യ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം മൊത്തം 543 സീറ്റുകളിൽ 353 എണ്ണത്തിൽ വിജയിച്ചു. BJP മാത്രം 303 സീറ്റുകൾ നേടി. പ്രധാന എതിർകക്ഷിയായ ഇന്റർനാഷണൽ കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. അതായത് 2014 44 നിന്ന് 2019 52 ഉയർന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന 2 പ്രധാന പാർട്ടികളായ ഭാരതീയ ജനതാ പാർട്ടിയും ഇന്റർനാഷണൽ കോൺഗ്രസും ഉൾപ്പെട്ട ഒരു ബഹുകക്ഷി സംവിധാനമാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. തമിഴ്നാട്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര എന്നിങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികൾക്ക് മുൻതൂക്കമുണ്ട്. 2014 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്നത്. 17ാം ലോക്സഭയുടെ കാലാവധി 2024 ജൂൺ 16 അവസാനിക്കും. പൊതു തെരഞ്ഞെടുപ്പിൽ വൻതോതിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് രാജ്യത്തെ കന്നി വോട്ടർമാരോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആവേശവും ഊർജ്ജവും നിറഞ്ഞ യുവശക്തിയിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. നമ്മുടെ യുവാക്കൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഫലം രാജ്യത്തിന് ഗുണകരമാകും. 18 വയസ്സ് തികയുമ്പോൾ 18ാം ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് ഈ 18ാം ലോക്സഭയും യുവാക്കളുടെ അഭിലാഷത്തിന്റെ പ്രതീകമായിരിക്കും. അതുകൊണ്ടാണ് യുവജനങ്ങളുടെ വോട്ടിന്റെ പ്രാധാന്യം വർദ്ധിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പൊതു തെരഞ്ഞെടുപ്പിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി പ്രായോഗിക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.
അതിൽ പ്രധാനമാണ് മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ യജ്ഞം. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ അവബോധം വളർത്താനും യുവ വോട്ടർമാരെ അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഈ പ്രചാരണ യജ്ഞം നടക്കുന്നത്. ഈ പരിപാടിയുടെ സന്ദേശം ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ പ്രചരിപ്പിക്കാൻ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ ഗാനം തന്റെ എക്സ് ഹാൻഡിലിൽ ഇടുകയും എല്ലാവരോടും അത് പങ്കിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തെ യുവാക്കളുടെ സാർവത്രികവും പ്രബുദ്ധവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിച്ചുവരുന്ന എന്റെ ആദ്യ വോട്ട് രാജ്യത്തിന് എന്ന പ്രചാരണ പരിപാടി ഈ മാസം 6 വരെ തുടരും. തങ്ങളുടെ വോട്ടുകൾ സ്വന്തം നിലപാടുകളുടെ പ്രഖ്യാപനങ്ങളാക്കി മാറ്റാൻ ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ യുവാക്കളോട് അഭ്യർത്ഥിച്ചു. നൂതന ആശയ രൂപീകരണത്തിലെ കുട്ടികളുടെ മികവ് പ്രദർശിപ്പിക്കാനായി ബ്ലോഗ് രചന, പോഡ്കാസ്റ്റുകൾ, സംവാദങ്ങൾ, ഉപന്യാസ രചന, പ്രശ്നോത്തരി, ബാറ്റിൽ ഓഫ് ബാൻഡ്സ് തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച സമ്മതിദായക പ്രതിജ്ഞയെടുക്കൽ പ്രചരണം യുവാക്കൾക്ക് ഏറെ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഒപ്പം വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അവരെ പ്രേരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ജില്ലാ ഭരണകൂടവും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസും ചേർന്ന് വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. വോട്ട് ബോട്ട് മത്സരം, ആർട്ട് ഇൻസ്റ്റലേഷൻ മത്സരം എന്നിവ അവയിൽ ചിലതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, വോട്ടിംഗിന്റെയും രജിസ്ട്രേഷന്റെയും പ്രസക്തിയും പ്രാധാന്യവും സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നിവയിലൂടെ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയിൽ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമാണ് വൻതോതിലുള്ള സമ്മതിദാനം. ഈ അവകാശം എത്രത്തോളം വിനിയോഗിക്കുന്നുവോ അത്രത്തോളം ജനാധിപത്യം ശക്തിപ്പെടും. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനവും വ്യവസ്ഥാപിതവുമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണമെന്ന് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടർമാരുടെ ജാതി, വർഗീയ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് അഭ്യർത്ഥന നടത്തരുത്. പരസ്പര വിദ്വേഷം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും പാടില്ല. വസ്തുതാപരമായ അടിസ്ഥാനമില്ലാതെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തെറ്റായ പ്രസ്താവനകൾ നടത്തരുത്. എതിർ പാർട്ടികളിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത സ്വകാര്യ ജീവിതത്തിന്റെ ഒരു വശവും പ്രചാരണവേളയിൽ ഉന്നയിക്കരുത്. ആരാധനാലയങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന പ്രവർത്തികളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വിട്ടുനിൽക്കണം. സ്ഥിരീകരിക്കാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ നൽകരുത്. എതിരാളികളെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്തവ പോസ്റ്റ് ചെയ്യാനോ പങ്കിടാനോ പാടില്ല. താരപ്രചാരകരുടെയും സ്ഥാനാർത്ഥികളുടെയും നിയമലംഘനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ മുൻകാലങ്ങളിൽ കണ്ടുവരാറുള്ള വൈമനസ്യം കുറയുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആശാവഹമായ പുതിയ പ്രവണതയാണ്. വലിയ വോട്ടിംഗ് ശതമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണക്കാരുടെ ഗണ്യമായ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുപ്രധാന സവിശേഷതയാണ് ജനങ്ങളുടെ പരമാധികാരം. ബാഹ്യ ഇടപെടലുകളില്ലാതെ ഒരു ഭരണകൂടത്തിന്റെ മുഴുവൻ അധികാരത്തെയും അത് സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യവും അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ സമത്വം എന്ന തത്വത്തിലാണ് നിലകൊള്ളുന്നത്. നിയമത്തിനു മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യർ. ജാതി, മതം, വംശം, വിഭാഗം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഇല്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനാൽ തന്നെ ഓരോ ഇന്ത്യൻ പൗരനും ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ തുല്യ രാഷ്ട്രീയ അവകാശങ്ങൾ ആസ്വദിക്കുന്നു. ജനുവരി 25 ദേശീയ വോട്ടർ ദിനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള ചരിത്ര നടപടിയായി. മറ്റു പല രാജ്യങ്ങളും ഈ മാതൃക പിന്തുടരാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതും ശ്രദ്ധേയം. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വാർത്തയല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അത്ര സമഗ്രവും കാര്യക്ഷമവുമാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ്. സ്വന്തം ജനതയ്ക്കും ലോകത്തിനുമുള്ള ഇന്ത്യയുടെ വാഗ്ദാനമാണിത്. വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ജനത ലോകമെമ്പാടും ജനാധിപത്യ ശക്തികൾക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.